കോർപ്പറേഷൻ അതിന് മുൻപുള്ള ശുചീകരണവും നടത്തും. പൊങ്കാല കഴിഞ്ഞാൽ എല്ലാ വർഷവും നടത്തുന്ന പോലെ അതിലിപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഹെൽത്ത് ഓഫീസറുണ്ട്, ഹെൽത്ത് സൂപ്പർവൈസർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ 1-2 പേര് ഫീൽഡിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങളൊരു 3000-ഓളം തൊഴിലാളികളെ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി മാത്രം, അതായത് തലേ ദിവസം പൊങ്കാലയ്ക്ക് വേണ്ടി ഉറക്കൊഴിയോ അങ്ങനെയൊന്നും ചെയ്യാത്ത, ഫ്രഷായിട്ടൊന്നും ചെയ്യാൻ തയ്യാറുള്ള ഒരു 3000 തൊഴിലാളികളെ, ഏകദേശം 2800-3000 വരെ തൊഴിലാളികളെ ആവശ്യം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ആവശ്യപ്രകാരം എല്ലാ സ്ഥലത്തേക്കും നിശ്ചയിച്ചു കഴിഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള ഒരു 175-200 ഇടയ്ക്കുള്ള ടിപ്പർ ലോറികൾ ഈ ചവർ കൊണ്ടുപോകാൻ വേണ്ടി അതെവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കേണ്ടതെന്നുള്ള സ്ഥലം പെർമിഷൻ വാങ്ങിക്കഴിഞ്ഞു. ഇത് കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ അത് നിരത്താനുള്ള JCB അതാ സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള ക്രമീകരണം നടത്തി കഴിഞ്ഞു. പലപ്പോഴും ഈ ചവർ കൊണ്ടുപോകുമ്പോഴേക്കും തീയൊക്കെ ഉണ്ടാവും. അതിൽ കൊണ്ടിടുമ്പോഴേക്കും പലപ്പോഴും അവിടെ തീ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതാ സ്ഥലങ്ങളിൽ ഫയർ എഞ്ചിൻ ഉണ്ടാകാനുള്ള സാഹചര്യം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നഗരം ഏറ്റവും ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഞങ്ങളിപ്പോൾ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മോണിറ്റർ ചെയ്തും നേതൃത്വം നൽകിയൊക്കെ തന്നെ ഈ തൊഴിലാളികളോടൊപ്പം നിന്ന് തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. പരമാവധി സഹകരിക്കാൻ പറ്റുന്ന സംഘടനകളൊക്കെ തന്നെ കൂടെ കൂട്ടാനും അറിയിക്കും.